മെക്സിക്കോയിലേക്ക് യാത്ര ചെയ്യുന്ന വിദേശ സഞ്ചാരികളിൽ കൂടുതൽ ആളുകളും ബീച്ചുകളും പിരമിഡുകളും വിസിറ്റ് ചെയ്ത് മടങ്ങാറാണ് പതിവ്. എന്നാൽ ഇതൊന്നും അല്ലാതെ മറ്റ് പല അത്ഭുതങ്ങളും നിറഞ്ഞ നാടാണ് മെക്സിക്കോ. അത്തരത്തിലൊന്നാണ് തമുൽ വാട്ടർഫാൾസ്. മെക്സിക്കോയിലെ ഏറ്റവും വലിയ വാട്ടർഫാളും ഇത് തന്നെയാണ്. തമുൽ വാട്ടർഫാൾസും അതിൻ്റെ ചുറ്റുമുള്ള മറ്റ് കാഴ്ചകളും എക്സ്പ്ലോർ ചെയ്യുന്ന നമ്മുടെ ചാനലിലെ ആദ്യത്തെ ട്രാവൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് മെക്സിക്കോയിലെ ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയായ സാന്റിയാഗോ ഡി ക്വെറത്താറോയിൽ നിന്നാണ്. 2 ദിവസങ്ങളിലായി 3 ഡെസ്റ്റിനേഷൻസ് വിസിറ്റ് ചെയ്യാനാണ് നമ്മുടെ ട്രിപ്പ് പ്ലാൻ. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ തമുൽ വാട്ടർഫാൾസിലേക്ക് ഇവിടെ നിന്ന് 350 കിലോമീറ്റർ ദൂരമുണ്ട്. ട്രാവൽ ടൈം ഏകദേശം 8 മണിക്കൂറാണ്. മറ്റു 2 ഡെസ്റ്റിനേഷൻസും നമ്മൾ യാത്രയുടെ 2ാമത്തെ ദിവസമായിരിക്കും കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് വേറൊരു വീഡിയോയിലായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയാം. ഈ ട്രിപ്പിലുള്ളവരെല്ലാം നമ്മുടെ ഫ്രണ്ട്സും അവരുടെ ഫാമിലീസുമാണ്. നമ്മൾ യാത്ര പോകുന്നത് ഒരു ട്രിപ്പിംഗ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും ഒന്നും ഇംഗ്ലീഷ് അറിയുന്ന ഗൈഡ്സ് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഭാഷയുടെ പ്രശ്നം ഇവിടെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ വെറും 5% മാത്രമേ മെക്സിക്കോയിലുള്ളൂ. ലാറ്റിൻ അമേരിക്കയിലെ ജനങ്ങൾ കൂടുതലും സ്പാനിഷ് സംസാരിക്കുന്നവരാണ്. സമയം രാവിലെ 7 മണിയായിരിക്കുകയാണ്. ബസ്സിൽ ഉറക്കത്തിലായിരുന്ന ആളുകളൊക്കെ പയ്യെ എഴുന്നേറ്റ് തുടങ്ങി. പുറത്തെ കാഴ്ചകൾ വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി വന്നു. താഴ്വരകളും ഗ്രാസ് ലാൻഡ്സും ചെറിയ ഷോല ഫോറസ്റ്റുകളൊക്കെ കടന്ന് വണ്ടി ഇങ്ങനെ പോവുകയാണ്. ചിലപ്പോഴൊക്കെ നല്ല കാഴ്ചകൾ കണ്ട് ക്യാമറ ഓണാക്കി വരുമ്പോഴേക്കും ആ കാഴ്ച പെട്ടെന്ന് തന്നെ കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ വണ്ടി വാട്ടർഫാൾസിൻ്റെ എൻട്രൻസിലെത്തി. ഇവിടുത്തെ ഒരു ഏരിയൽ വ്യൂ ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മുടെ പാലക്കാടിനോടൊക്കെ സാദൃശ്യം തോന്നുന്ന പോലത്തെ ഒരു ലാൻഡ്സ്കേപ്പാണ്. ഒരു സൈഡ് മുഴുവൻ മലനിരകളാണ്. അതിൻ്റെ താഴ്വരയിലൂടെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ഒരു ചെറിയ പുഴ. നമ്മൾ കാണാൻ പോകുന്ന തമുൽ വാട്ടർഫാൾസ് ഈ പുഴയിലേക്കാണ് വന്ന് പതിക്കുന്നത്. വാട്ടർഫാൾ എൻട്രൻസിൽ നിന്ന് ബാക്കി ദൂരം നടന്നും വള്ളത്തിലും ഒക്കെ ആയിട്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ. എൻട്രി ഫീ 40 മെക്സിക്കൻ പെസോയാണ്. വള്ളത്തിൻ്റെ ചാർജ് 200 പെസോ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ലോക്കൽ നാട്ടുകാരായതുകൊണ്ട് ഫിക്സഡ് ചാർജ് ആയിരിക്കില്ല. നമ്മൾ പാക്കേജ് ട്രിപ്പ് എടുത്ത് വന്നതുകൊണ്ട് തന്നെ ഈ എൻട്രി ഫീയും ബോട്ട് ചാർജും ഒക്കെ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ഈ യാത്രയിൽ ചെറിയ കുട്ടികളും വലിയ കുട്ടികളും ഒക്കെ ഉണ്ട്. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. വള്ളത്തിൽ കയറുന്ന എല്ലാവരും നിർബന്ധമായി ലൈഫ് ജാക്കറ്റ് ധരിക്കണം. നല്ല ആഴവും ഒഴുക്കും ഒക്കെയുള്ള പുഴയിലൂടെയാണ് നമ്മുടെ ഇനിയുള്ള യാത്ര. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ ബോട്ട് ലാൻഡിങ്ങിലേക്ക് നടക്കുകയാണ്. നടക്കുന്ന വഴിയിലെ കാഴ്ചകൾ നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ്. ഒരു വശത്ത് ഫുൾ മലനിരകളും ആ മലകളിലേക്ക് താഴ്വരയിലൂടെ ഒഴുകുന്ന ഒരു പുഴയും പുഴയുടെ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന വള്ളങ്ങളും എല്ലാം കൂടി ചേർന്നൊരു സീനിക് ലാൻഡ്സ്കേപ്പാണ്. ഏകദേശം ഒരു 500 മീറ്റർ നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു ഫോട്ടോ പോയിന്റിലെത്തി. ഇവിടെ എല്ലാവരും കൂടി ഒരു ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ടാണ് ബാക്കി ദൂരം നടക്കുന്നത്. ദേ ഈ ഓടി വരുന്ന ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗ്രൂപ്പിലെ വലിയ കുട്ടി. ഫോട്ടോ പോയിൻ്റ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോഴേക്കും നമുക്ക് പോകാനുള്ള വള്ളങ്ങൾ കിടക്കുന്ന സ്ഥലത്തെത്തി. ഈ വള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് മോട്ടോർ പിടിപ്പിച്ച വള്ളമല്ല. എല്ലാവരും തുഴയണം. എല്ലാവരും തുഴഞ്ഞാൽ മാത്രമേ വള്ളം മുന്നോട്ട് പോകത്തുള്ളൂ. അങ്ങനെ എല്ലാവരും വള്ളത്തിൽ കയറിയിരുന്നു. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പയ്യെ തുഴച്ചിലും ആരംഭിച്ചു. പക്ഷേ ആദ്യം ഉണ്ടായിരുന്ന രസമൊക്കെ പയ്യെ പയ്യെ തുടങ്ങി. ഒഴുക്കിനെതിരെയാണ് നമ്മൾ തുഴയുന്നത്. നല്ല പാടായിരുന്നു. ഒരു സൈഡ് തന്നെ തുഴഞ്ഞു മടുക്കുമ്പോൾ ആളുകൾ അപ്പുറത്തേക്ക് സൈഡ് മാറിയിരുന്നൊക്കെ തുഴയാൻ തുടങ്ങി.
അങ്ങനെ തുഴഞ്ഞു മുന്നോട്ട് പോകുമ്പോഴാണ് വാട്ടർഫോൾസ് കണ്ടിട്ട് മടങ്ങി വരുന്ന ആളുകളുടെ വെള്ളം നമ്മുടെ ഓപ്പോസിറ്റ് വരാൻ തുടങ്ങിയത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഓപ്പോസിറ്റ് വരുന്ന വെള്ളത്തിലേക്ക് വെള്ളം തെറിപ്പിക്കാൻ എല്ലാവർക്കും നല്ല ഉത്സാഹമായിരിക്കും. ആദ്യത്തെ വെള്ളം ഞങ്ങളെ പാസ് ചെയ്ത് പോയപ്പോഴാണ് ഇക്കാര്യം ഞങ്ങൾക്ക് പിടികിട്ടുന്നത്. പിന്നെ അടുത്ത വെള്ളം ഓപ്പോസിറ്റ് വരാൻ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു. നമ്മുടെ വള്ളം മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടെ ചെറിയ ചില വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇതിനെയൊക്കെ പാസ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് തുഴഞ്ഞു പോകുന്നത്. നിങ്ങൾ മെക്സിക്കോ സന്ദർശിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡൽഹിയിലെ മെക്സിക്കോ എംബസിയിലെ ഇൻ്റർവ്യൂ പാസ്സായാൽ ടൂറിസ്റ്റ് വിസ ലഭിക്കും. മറ്റു രാജ്യങ്ങൾക്കൊക്കെ ഇന്ത്യയുടെ പല ഭാഗത്ത് കോൺസുലേറ്റുകളുണ്ടെങ്കിലും മെക്സിക്കോയിലേക്കുള്ള പ്രോസസ്സ് എല്ലാം നടക്കുന്നത് ഡൽഹിയിലെ എംബസിയിൽ മാത്രമാണ്. ഇനി ഇതൊന്നുമല്ലാതെ നിങ്ങൾക്ക് വരാനുള്ള മറ്റൊരു മാർഗം വേറെ ചില രാജ്യങ്ങളിലെ വിസകളാണ്. US, UK, കാനഡ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ വിസയോ ഇനി അതല്ല ഷെങ്കൻ വിസയോ നിങ്ങൾക്കുണ്ടെങ്കിൽ 180 ദിവസം വരെ മെക്സിക്കോയിൽ തങ്ങാൻ സാധിക്കും. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് തുഴഞ്ഞു പോയപ്പോഴേക്കും നല്ല ഒഴുക്കുള്ളൊരു സ്ഥലത്ത് വള്ളമെത്തി. ഇവിടെ നമ്മളെല്ലാവരും വള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇനി കുറച്ച് ദൂരം നദിയുടെ കരയിൽ കൂടി നടന്നിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഈ ഇത്രയും ദൂരം നമ്മുടെ വള്ളത്തിനെ വള്ളക്കാരൻ കയറ് കെട്ടി വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഈ സമയത്ത് നമ്മൾ പുഴയുടെ സൈഡിൽ കൂടി കുറച്ച് ദൂരം ഹൈക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെ ഈ പുഴയുടെ സൈഡിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ചെറിയ ചില റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. കുട്ടികളുമായിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ കടകൾ ചെറിയൊരു ആശ്വാസമാണ്. അങ്ങനെ കുറച്ച് ദൂരം നടന്നെത്തിക്കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മൾ വള്ളത്തിലേക്ക് തിരികെ കയറി പിന്നെ ബാക്കിയുള്ള കുറച്ച് ദൂരം കൂടി തുഴഞ്ഞ് അവസാനം നമ്മൾ അത്ഭുതത്തിന് മുന്നിലെത്തി. ആ കാഴ്ച ഞാൻ പറയുന്നതിൽ നല്ലത് നിങ്ങൾ നേരിട്ട് കാണുന്നത് തന്നെയായിരിക്കും. വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയും അതിൻ്റെ ആ ഗാംഭീര്യമുള്ള ശബ്ദവും കാറ്റിൽ പറന്നു വരുന്ന ചെറിയ വെള്ളത്തുള്ളികളും എല്ലാം കൂടി ചേർന്ന് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള നമുക്ക് ഈ മഴവില്ല് നേരിട്ട് ദൃശ്യമല്ലായിരുന്നു. ഇത് ഷൂട്ട് ചെയ്യുമ്പം എനിക്കും റിമോട്ടിലെ ചെറിയ സ്ക്രീനിൽ ഈ മഴവില്ല് കണ്ടവർക്കും ഒക്കെ ഉണ്ടായ ആ ഒരു അഡ്രിനാലിൻ റഷ് ഒട്ടും ചെറുതായിരുന്നില്ല. മെക്സിക്കോയിലെ സാൻ ലൂയിസ് പൊട്ടോസി സ്റ്റേറ്റിലുള്ള ഏറ്റവും വിസ്മയകരമായ പ്രകൃതി അത്ഭുതങ്ങളിലൊന്നാണ് തമുൽ വാട്ടർഫോൾസ്. ഏകദേശം 105 മീറ്റർ ഉയരത്തിൽ നിന്ന് ഗള്ളീനാസ് നദി താഴേക്ക് പതിച്ച് ടംപാവോ നദിയുമായി ചേരുന്നിടത്ത് രൂപപ്പെടുന്ന ഈ വെള്ളച്ചാട്ടം അതിൻ്റെ ദൃശ്യഭംഗിയും വെള്ളത്തിൻ്റെ ഇളം പച്ച നിറവും കൊണ്ട് ആസ്വാദകരുടെ മനസ്സിനെ കീഴടക്കുന്നു.
ആ വലിയ അത്ഭുതം നേരിട്ട് കണ്ട സന്തോഷത്തിൽ എല്ലാവരും മാറി മാറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മൾ കഷ്ടപ്പെട്ട് തുഴഞ്ഞു വന്നതിൻ്റെ റിസൾട്ട് കിട്ടിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. അങ്ങനെ തമുൽ വാട്ടർഫോൾസിനോട് വിട പറഞ്ഞ് നമ്മൾ തിരികെ ബോട്ട് ലാൻഡിങ്ങിലേക്ക് വള്ളം തുഴയാൻ തുടങ്ങി. ഈ യാത്രയിൽ തന്നെ ബാക്കി 2 ഡെസ്റ്റിനേഷൻസും നമ്മൾ കവർ ചെയ്യുന്നത് നാളെയാണ്. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ്റെ പേര് പുവൻതെ ദെ ദിയോസ്. പുവൻതെ ദെ ദിയോസ് എന്ന സ്പാനിഷ് വാക്കിൻ്റെ അർത്ഥം ബ്രിഡ്ജ് ഓഫ് ഗോഡ്സ് എന്നാണ്. നമ്മുടെ 3ാമത്തെ ഡെസ്റ്റിനേഷൻ്റെ പേര് തമാസോപ്പോ വാട്ടർഫോൾസ് എന്നാണ്. ഇവ രണ്ടും വെള്ളച്ചാട്ടങ്ങളാണ്. എന്നാൽ ഇന്ന് നമ്മൾ കണ്ട തമുൽ വാട്ടർഫോൾസ് പോലെയല്ല അടുത്ത ദിവസത്തെ ബാക്കി 2 ഡെസ്റ്റിനേഷൻസും. ആ 2 ഡെസ്റ്റിനേഷൻസിൻ്റെയും പ്രത്യേകത ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ യാത്രയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.